CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ശക്തമാക്കും. NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വർഷകാല സമ്മേളനം ആരംഭിച്ച അന്ന് മുതൽ പറഞ്ഞതുപോലെ പാർലമെന്റ് പ്രക്ഷുബ്ധം തന്നെയായിരുന്നു. എന്തായാലും ഇന്നത്തെ സ്ഥിതിയും വ്യത്യസ്തമാകാനിടയില്ല. അമിത് ഷാ മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതേസമയം NDA പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുന്നുണ്ടല്ലോ, അല്ലേ? ഐശ്വര്യ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ ദിവസം വരെ തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച മാത്രമാണ് മുടങ്ങാതെയും ലോക്സഭയിലും രാജ്യസഭയിലും നടന്നിട്ടുള്ളത്. ആ ചർച്ചകളിൽ പോലും വലിയ ഭരണപക്ഷ ബഹളം, വലിയ ശക്തമായ വാദപ്രതിവാദങ്ങൾ ആ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പോലും ഉണ്ടായിരുന്നു. മറ്റ് നടപടികളെല്ലാം തുടർച്ചയായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്തും അതുപോലെ തന്നെ പാർലമെന്റിന്റെ പുറത്തും പാർലമെന്റ് കവാടത്തിലും അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തി. CJP സമരത്തിൽ പാർലമെന്റ് മാർച്ചിൽ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് പാർലമെന്റിനകത്ത് മറുപടി പറയണം. അത്തരത്തിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിലവിൽ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഇന്നലെ സ്പീക്കർ ഓം ബിർള ഉയർത്തിയിരുന്നു. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. സഭാംഗങ്ങളുടെ അവകാശങ്ങളെയും രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങളിൽ മേലുള്ള ചർച്ച നടക്കേണ്ട സമയവുമാണ് പ്രതിപക്ഷം ഇല്ലാതാക്കുന്നത് എന്ന വിമർശനം സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായി. കൂടാതെ JP നദ്ദയും കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവരും പ്രതിപക്ഷത്തെ വിമർശിച്ചു. ഓരോ വിഷയങ്ങളിൽ ചർച്ച നടത്തുമ്പോൾ അതിൽ നിന്ന് ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ട് അവസരത്തിനൊത്ത് ഗോൾ പോസ്റ്റ് മാറ്റി പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നു എന്ന വിമർശനമാണ് തുടർച്ചയായി ഇപ്പോൾ ഭരണപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലും ഈ പ്രതിഷേധം അമിത് ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതിപക്ഷാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അതേസമയം BJP നേതൃത്വം നൽകുന്ന NDAയുടെ പാർലമെന്ററി കാര്യയോഗം ഇന്ന് ചേരും. പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. സാധാരണ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് രാവിലെ പാർലമെന്റ് ചേരുന്നതിന് മുൻപ് ഇത്തരത്തിൽ NDA കക്ഷി നേതാക്കളുടെ യോഗം ചേരാറുള്ളത്. ഇന്നലെ ആ യോഗം നടന്നിരുന്നില്ല. ഇന്ന് രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തന്നെ NDA കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. പാർലമെന്റിനകത്ത് സ്വീകരിക്കേണ്ട നയങ്ങളും നടപടികളും സംബന്ധിച്ച് വിശദമായ ചർച്ച ഈ യോഗത്തിൽ നടക്കും. ഒപ്പം ഈ ആഴ്ച തന്നെ FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്.